മെനോപോസൽ ഹോട്ട് ഫ്ലാഷസ് അഥവാ അത്യുഷ്ണം. മെനോപോസായ 80% സ്ത്രീകളിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. 45 തൊട്ട് 54 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഒരു വർഷത്തോളം പീരീഡ്സ് ആവാതെ വരുമ്പോഴാണ് അതിന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്ന് പറയുന്നത്. അവരിൽ ഈസ്ട്രജൻ ഡെഫിഷ്യൻസി മൂലം കാണുന്ന ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് ഈ ഹോട്ട് ഫ്ലാഷസ്. എന്താണ് ഈ ഹോട്ട് ഫ്ലാഷസ്? നമ്മുടെ ശരീരത്തിൻ്റെ അപ്പർ ബോഡിയിലാണ് ഇത് പ്രധാനമായും കാണുന്നത്. നമ്മുടെ കഴുത്ത്, ചെസ്റ്റ്, ഫേസ് ഇതൊക്കെ ഒരു ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥ അഥവാ പുകയുന്ന ഒരവസ്ഥ. അതിപ്പോൾ ഫാൻ്റെ അടിയിൽ ഇരുന്നാലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനുശേഷം പെട്ടെന്ന് വെട്ടി വിറക്കുകയും ചെയ്യും. ഇതൊരു 2 തൊട്ട് 4 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. ചിലർക്ക് ഇത് ഒരു ദിവസത്തിൽ 10 തവണ വരെ വരാറുണ്ട്. ആർത്തവ വിരാമം അടുക്കാറായ സ്ത്രീകളിലും മെനോപോസ് ആയ സ്ത്രീകളിലുമാണ് ഇത് കാണുന്നത്. യൂഷ്വലി 2 വർഷം വരെ നീണ്ടു നിൽക്കും. അത് സിംറ്റംസ് കുറഞ്ഞ് സാധാരണ വരും. ചിലർക്കിത് മൈൽഡായിട്ടേ കാണത്തുള്ളൂ, ചിലർക്കത് ഭയങ്കര സിവിയറായിട്ട് കാണും. ചിലർക്ക് രാത്രിയിൽ ഇത് ഉണ്ടാകുന്നത് മൂലം ഉറക്കം വരെ തടസ്സപ്പെടാറുണ്ട്. ഇതിനെന്താണ് പ്രതിവിധി? നമ്മൾ ആദ്യമായി നിർദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അഥവാ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. ആദ്യമായി അവരോട് ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഡയറ്റിൽ മാറ്റം വരുത്താൻ പറയും. പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് കഴിക്കണം. അതായത് ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, സോയ തുടങ്ങിയവ കൂടുതലായി അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ നിർദ്ദേശിക്കും. അതുപോലെ തന്നെ 8 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണ് ഈ പ്രായത്തിൽ. പിന്നീട് ഇതുകൊണ്ടൊന്നും മാറിയില്ലെങ്കിലാണ് നമ്മൾ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. അത് ഹോർമോൺ മരുന്നുകളും നോൺ ഹോർമോൺ മരുന്നുകളുമുണ്ട്. ആദ്യമായി നോൺ ഹോർമോൺ മരുന്നുകളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. കാൽഷ്യവും സോയ അടങ്ങിയ വൈറ്റമിൻസ്. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ SSRI ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് നമ്മൾ നിർദ്ദേശിക്കും. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ മെനോപോസിൻ്റെ വേറെ എന്തെങ്കിലും സിംറ്റംസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് വജീനൽ ഡ്രൈനസ്, മൂഡ് സ്വിങ്സ് എന്നിവ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട്.